പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന തിരുവചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായമാണ്. അവിടെ ബെത്സദായുടെ കുളക്കരയിലെ 38 വർഷമായിട്ട് തളർവാദ രോഗിയായിട്ട് കിടക്കുന്ന ഒരു രോഗിയെ നമ്മൾ കാണുകയാണ്. ഈ രോഗിയുടെ അടുത്തേക്ക് ഈശോ കടന്നു ചെന്നിട്ട് ഈശോ ചോദിക്കുന്ന ഇതാണ്: നിനക്ക് സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ? അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടി എനിക്കാരുമില്ല എന്നുള്ള ഒരു മറുപടിയാണ്. ജലമിളകുമ്പോൾ, കുളത്തിൽ വെള്ളമിളക്കുമ്പോൾ എന്നെ കൈപിടിച്ച കുളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല, എനിക്ക് വേണ്ടി ആരുമില്ല. അദ്ദേഹത്തിന്റെ ഉള്ളിലെ വലിയ ദുഃഖമാണ് ആ മനുഷ്യൻ പങ്കുവെക്കുന്നത്. പല മനുഷ്യരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്ന ഇതാണ്: എനിക്ക് ആരുമില്ല, എനിക്ക് വേണ്ടി ആരുമില്ല, എന്നെ ഒന്ന് സഹായിക്കാൻ ആരുമില്ല, എനിക്ക് എൻ്റെ ഉള്ളൊന്ന് തുറന്ന് പങ്കുവെക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. ഇത് മനുഷ്യന്റെ ജീവിതത്തിലെ വലിയ ദുഃഖം തന്നെയാണ്. ഇവിടെ ഈ 38 വർഷം രോഗിയായി കിടന്ന മനുഷ്യന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നത് ആരാണ്? ഒരു മനുഷ്യനല്ല, ദൈവം തന്നെ. അദ്ദേഹത്തിന് മനസ്സിലാകുകയാണ്, എനിക്ക് ദൈവമുണ്ട്, ഞാൻ ആരുമില്ലാത്തവനല്ല, എനിക്ക് ദൈവമുണ്ട്. യേശുവിൻ്റെ സാന്നിധ്യവും യേശുവിൻ്റെ വാക്കുകളും അദ്ദേഹത്തിന് കൊടുത്ത പ്രത്യാശ, ദൈവം ഉള്ളവനാണ് ഞാൻ, ദൈവം കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നവരല്ല, നമ്മളെ സ്നേഹിക്കുന്നവരാണ് നമുക്ക് അനുഗ്രഹമായി മാറുന്നത്. നമ്മൾ സ്നേഹിക്കുന്നവർ അകന്നു നിൽക്കുമ്പോഴും നമ്മളെ സ്നേഹിക്കുന്നവര് അടുത്തു വരുന്നുണ്ട്. അത് യേശുക്രിസ്തുവാണ്, യേശു മാത്രം. ആകയാൽ നമുക്ക് വലിയ പ്രത്യാശയോടെ ഈശോ തരുന്ന ആ സൗഖ്യം അനുഭവിക്കാൻ ഈശോയുടെ മുമ്പിൽ നമുക്ക് നമ്മുടെ ഹൃദയം തുറക്കാം. ഈ 38 വർഷം ആ രോഗിയായി കിടന്ന മനുഷ്യൻ ഹൃദയം തുറന്ന് യേശുവിൻ്റെ അടുത്ത് പങ്കുവെച്ചതുപോലെ നമ്മുടെ ദുഃഖങ്ങളും വേദനകളും ഈശോയുടെ അടുത്ത് നമുക്ക് പങ്കുവയ്ക്കാം. ഈശോ തരുന്ന സൗഖ്യം നമുക്ക് നേടാം. ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.